വെൽക്കം ടു IFC ഇൻട്രോവേർട്ടഡ് ഫിൽമേക്കർ. ഇന്ന് നമ്മൾ കിഷ്കിന്ദ കാണ്ഡം സിനിമയുടെ റിവ്യൂ ആയിട്ടാണ് വന്നിരിക്കുന്നത്. ദിൻജിത്ത് അയ്യത്താൻ്റെ രണ്ടാമത്തെ സിനിമ. ബാഹുൽ രമേശാണ് എഴുതിയിരിക്കുന്നത്. DOP അദ്ദേഹം തന്നെയാണ്. അതായത് കഥ, തിരക്കഥ, സംഭാഷണം, DOP ഇത്രയും കാര്യങ്ങൾ ചെയ്യുന്നത് ബാഹുൽ രമേശ്. പിന്നെ ആസിഫ് അലി, വിജയരാഘവൻ, അപർണ ബാലമുരളി, അശോകൻ, ജഗദീഷ്, അങ്ങനൊരു ഇഷാൻ, അങ്ങനെ ഒരു നല്ലൊരു കാസ്റ്റ്. മേജർ രവി. അതെ തന്നെ. ആക്ച്വലി ഈ പടം, അതായത് ഈ ഒരു കിഷ്കിന്ദ കാണ്ഡം ഇപ്പോൾ ഈ ഓണത്തിന് ഇറങ്ങിയത് കണ്ടതിൽ എന്നെ സംബന്ധിച്ച് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടൊരു പടമാണ്. അതായത് നമുക്കെന്താ പറയുക, പടം എൻഡ് ആകുന്ന സമയത്ത് ആ ഒരു റൈറ്റിങ്ങിൻ്റെ അടിസ്ഥാനത്തിൽ പോലും നമുക്ക് ഏറ്റവും കൂടുതൽ എന്താ പറയുക രോമാഞ്ചം പൊങ്ങിയൊരു പടം എന്ന് തന്നെ പറയാം. ക്ലൈമാക്സിൽ ആ ഒരു ട്വിസ്റ്റ് വരുന്ന സമയത്ത് അതാണ് എനിക്ക് ആ പടത്തിന് ആദ്യം തോന്നിയൊരു സാധനം. പിന്നെ പറയുകയാണെങ്കിൽ പറയുന്ന എടുത്തു പറയേണ്ടതും മറ്റേ ഈ അവിടെ എഴുത്തുകാരനും DOP ആയ ബാഹുൽ രമേശിനെ കുറിച്ച്. അതായത് പുള്ളിക്കാരൻ തന്നെ എഴുതിയുകൊണ്ട് തന്നെ പുള്ളിക്കാരൻ എന്താ പറയുക വിഷ്വലി കണ്ടുകൊണ്ട് എഴുതുക എന്ന് പറയുന്ന പരിപാടി ഉണ്ടല്ലോ. അതായത് പുള്ളിയുടെ ഈച്ച് ആൻഡ് എവറി ഫ്രെയിം, അതായത് ഓരോ സീനും ഓരോ ഷോട്ടും പുള്ളി മനസ്സിൽ കണ്ടുകൊണ്ട് പുള്ളി എഴുതിയത് അത് നമുക്ക് അതേപോലെ തന്നെ പുള്ളി പകർത്തിയും വെച്ചിട്ടുണ്ട്. അത് ഭയങ്കര ഭംഗിയാണ് നമ്മൾ തിയേറ്ററിൽ കാണുമ്പോൾ. ഡയറക്ടറും പുള്ളിയും തമ്മിൽ വിഷ്വലൈസ് ചെയ്യുന്നതിൽ ഡയറക്ടറുടെ ഇൻവോൾവ്മെന്റ് ഉണ്ടാവുമല്ലോ. ഡയറക്ടർ ആക്ച്വലി സ്വാഭാവികമായിട്ടും ഈ കഥ കേട്ട് കഴിയുമ്പോൾ പുള്ളിയുടെ ഒരു വേർഷൻ ഓഫ്, അതായത് ഇപ്പം വിഷ്വൽ ഗിമ്മിക്സ് ഇല്ലാതെ കഥയ്ക്ക് എങ്ങനെ എവിടെ ക്യാമറ വെച്ചാൽ എന്ത് ഇമോഷൻ നമുക്ക് എക്സ്ട്രാക്ട് ചെയ്യാവോ അത് കൃത്യമായിട്ട് ചെയ്ത ഒരു സിനിമാറ്റോഗ്രാഫിക്ക്. ഈ സിനിമയെ പറ്റി നിങ്ങൾ ഒന്നും അറിയാതെ, അതായത് ഇപ്പം ഈവൻ ട്രെയിലർ പോലും കാണാതെ നിങ്ങളിത് തിയേറ്ററിൽ പോലും കാണണമെന്ന് ഞാൻ പറയുന്ന കാര്യം. ട്രെയിലർ കണ്ടാലും നമുക്കത് അല്ല പറഞ്ഞ ട്രെയിലർ അത് ഒന്നും കാണണ്ട, ഈ സിനിമയെ പറ്റി ഒന്നും അറിയണ്ട. ജസ്റ്റ് കിഷ്കിന്ദ കാണണമെന്ന് പറഞ്ഞ സിനിമ കാണാൻ പോയി നിങ്ങൾ ധൈര്യമായിട്ട് തിയേറ്ററിൽ പോയി ഇരുന്ന് നോക്ക്. നിങ്ങൾക്ക് ഭയങ്കരമായിട്ട് സർപ്രൈസ്ഡ് ആവുന്ന ഒരു ഫിലിമായിരിക്കും. ഞാൻ ട്രെയിലർ കണ്ടിട്ട് നമ്മൾ പറഞ്ഞ കാര്യങ്ങൾ ഞങ്ങൾ ട്രെയിലർ കണ്ടതിന് ശേഷം നമ്മുടെ മനസ്സിൽ ട്രെയിലർ കാണുമ്പോൾ നമുക്കൊരു കഥയുടെ ഒരു ഐഡിയ കിട്ടുമല്ലോ. ആ ഐഡിയ വെച്ചിട്ട് നമ്മളൊരു ലൈൻ ഉണ്ടാക്കിയത് പോലും നമുക്കറിയാം ഇങ്ങനെയൊക്കെ സംഭവിക്കാൻ ചാൻസ് ഉണ്ടെന്നുള്ള ലൈനിൽ നമ്മൾ പോയിരുന്നാൽ പോലും ഈ സിനിമ നിങ്ങളുടെ അവസാനം നിങ്ങൾ എന്തൊക്കെ എക്സ്പെക്റ്റ് ചെയ്താലും അറ്റ് ദി എൻഡ് അതിന് മുകളിലൊരു സാധനം നിങ്ങൾക്ക് കിട്ടും. അതെ, പടം കണ്ടുകൊണ്ടിരുന്നപ്പോൾ എനിക്ക് പഴയൊരു സിനിമയുണ്ട് മമ്മൂട്ടിയുടെ ഉത്തരവ്. അപ്പോൾ അതിൻ്റെ ഒരു ലൈൻ ഓഫ് റൈറ്റിങ്ങും അതിൻ്റെ ഒരു മൂഡും അത് വളരെ സാമ്യം തോന്നിയത് എനിക്ക്. കോപ്പി എന്നല്ല ഞാൻ പറയുന്നത്, ആ ഒരു മൂഡ് ഓഫ് സിനിമകൾ വീണ്ടും വരണമെന്ന് ആഗ്രഹിച്ചവർക്ക് കിട്ടിയ ഒരു സിനിമ. യവനികയൊക്കെ സിമിലർ ഒരു മൂഡാന്ന് തോന്നുന്നു. സിമിലർ അല്ല, ആ മൂഡ് സിനിമകൾ അല്ലെങ്കിൽ ആ ഒരു ജോണർ ഓഫ് ഫിലിംസ് വളരെ കുറവാണ് മലയാളത്തിൽ. അപ്പം അതിൻ്റെ ഒരു നല്ല എക്സാമ്പിളാണ്, വളരെ നല്ല എക്സാമ്പിളാണ്. ഈ വർഷം ഇറങ്ങിയ സിനിമകളിൽ വളരെ കുറച്ച് സിനിമകളെ നമ്മൾ കണ്ടിട്ട് ഇറങ്ങിയിട്ട് ഒരു 2 ദിവസം 3 ദിവസം നമ്മുടെ കൂടെ നിൽക്കത്തുള്ളൂ. അപ്പോൾ അതുപോലെ ഇപ്പോൾ കഴിഞ്ഞ കണ്ടത് എനിക്ക് വാഴ എന്ന് പറഞ്ഞ സിനിമ അതുപോലെ വളരെ ഇമ്പാക്ട്ഫുൾ ആയിരുന്നു. അതിനുശേഷം ഇപ്പോൾ ഇതാണ് ഏറ്റവും ഇമ്പാക്ട് നൽകിയത്. ഇതിനകത്തൊരു ഇമോഷണൽ ആയിട്ടുള്ള ഒരു ഇമോഷണൽ ഒരു കണക്ഷനുള്ള വളരെയധികം ഇമോഷണലി കണക്ട് ആവുന്ന ഒരു സിനിമയാണ്. പ്രത്യേകിച്ച് ക്ലൈമാക്സിൽ എത്തുമ്പോൾ വളരെ ബുദ്ധിമുട്ടാണ് അങ്ങനെ ഒരു ക്ലൈമാക്സ് ഫുൾ ഓഫ് ചെയ്യാൻ. ഈ സിനിമ കണ്ടോണ്ടിരിക്കുമ്പോൾ ആ സീനിലെ പെർഫോമൻസ്, അതായത് എസ്പെഷ്യലി ആസിഫ് അലി അങ്ങനെ ഒരു റിയാക്ട് ചെയ്യുന്നത് ശരിക്കും കാണുമ്പോൾ നമുക്ക് ഭയങ്കരമായിട്ട് ഈ മനുഷ്യനെ ഇത്രയും നാളും ഡിസ്റ്റർബൻസ് ആയി പോകും നമുക്ക്. പക്ഷെ അത് കാണുമ്പോഴും നമുക്കത് പുള്ളി ആ പെർഫോം ചെയ്തിരിക്കുന്നത് നമുക്ക് ഭയങ്കര. പുള്ളി മാത്രമല്ല, ആ പുള്ളിയുടെ കൂടെ പേരായിട്ട് അഭിനയിച്ച ആ ലേഡിയുടെ വളരെ കുറച്ച് സീനുകളേ ഉള്ളൂ. അവര് അവിടെ ഉണ്ടാക്കുന്ന ഒരു ഭയങ്കര ഇതുണ്ട്, എന്താ പറയാ, ഒരു സ്പൂക്കി പോലത്തെ ഒരു ഫീൽ വരുന്നുണ്ട്. ആ ക്യാരക്ടറിന്റെ പേര് അത് നമ്മൾ അധികം കണ്ടിട്ടുള്ള ഒരുപാട് കണ്ടിട്ടുള്ള ഒരു ആക്ട്രസ് അല്ല. ആക്ട്രസിനെ ഇപ്പം ഒരു പുതിയ നായക ഇൻട്രൊഡ്യൂസ് ചെയ്ത് അങ്ങനെ ഒരു രീതിയിലല്ല ഇതിനകത്ത്. ഇത് കഥയ്ക്ക് എങ്ങനെ കൊണ്ടുപോകണോ അതിനെ വളരെ കൃത്യമായിട്ട് യൂസ് ചെയ്തിട്ടുണ്ട്. അത് ഭയങ്കര ഇമ്പാക്ട്. നമ്മൾ അതുവരെ ആ ഒരു പെർട്ടിക്കുലർ ക്ലൈമാക്റ്റിക് മൊമെന്റ് ഉണ്ട്, അതുവരെ നമ്മൾ ആ ആക്ട്രസിനെ അധികം കാണുന്നില്ല. എന്നിട്ട് പോലും അവരുടെ ഇമോഷൻ കൃത്യമായിട്ട് നമുക്ക് എത്തിക്കാൻ പറ്റും അവർക്ക്. അപ്പോൾ അതൊരു വലിയ ഡിറക്റ്റിംഗ് വൈസ് ആയാലും റൈറ്റിംഗ് വൈസ് ആയാലും ആക്ടിംഗ് വൈസ് ആയാലും ഒരു അച്ചീവ്മെന്റ് ആണ്. ആ ഏരിയയിലെ മ്യൂസിക് അതുപോലെ ബാക്ക്ഗ്രൗണ്ട് സ്കോർ മുജീബ് മജീദ്. അതെ, അതായത് പടം കണ്ടോണ്ടിരിക്കുമ്പോൾ ആദ്യം പോലെ ഞാനിങ്ങനെ ഇടയ്ക്ക് ഇങ്ങനെ മ്യൂസിക് കേൾക്കുമ്പോൾ സ്ട്രേഞ്ചർ തിങ്സിൻ്റെയോ മറ്റേ ഇൻഡസ്ട്രിയൽ അതിൻ്റെ ഒക്കെ ഒരു ചെറിയ റെഫറൻസ് എടുത്തിരിക്കുക. നോളന്റെ വലിയൊരു ഇൻഫ്ലുവൻസ് ത്രൂ ഔട്ട് സിനിമയിൽ ഞാൻ ഉണ്ടായിരുന്നു. അത് പ്രത്യേകിച്ച് മെമൻറ്റോയുടെ ഒക്കെ ഒരു ഇൻഫ്ലുവൻസ് ഇടയ്ക്കുള്ള ഒരു സീനിലുണ്ട്.
മറ്റേ ഓർമ്മക്രോ ബേസ് ചെയ്തുള്ള ഒരു സിനിമയാണല്ലോ മെമൻറ്റോ. അപ്പോൾ അതിൻ്റെ ഒരു ഇൻഫ്ലുവൻസ് ഉള്ള സീനുകളുണ്ട്. പക്ഷെ അതും ഇതും സിമിലർ അല്ല, എന്നാലും അതിൻ്റെ ഒരു ഇൻഫ്ലുവൻസ് നമ്മളിങ്ങനെ ഒരു റെഫറൻസ് പോലെ എടുത്ത സീൻസ് ആണത്. അപ്പോൾ അത് ഭയങ്കര രസമാണ് സീനൊക്കെ. ചെയ്തേക്കുന്ന വിജയരാഘവൻ ചെയ്തേക്കുന്ന രീതിയാണ് ഭയങ്കര. വിജയരാഘവനാണ് ഇതിൻ്റെ ഒരു വലിയൊരു പില്ലർ എന്ന് വേണം. അതെ, ഇപ്പൊ ട്രെയിലർ കണ്ടാൽ ട്രെയിലറിൽ വിജയരാഘവൻ വളരെ കുറച്ച് കാണിക്കുന്നുണ്ട്. പടത്തിനകത്ത് പുള്ളി ഭയങ്കര പുള്ളിയുടെ നമ്മൾ ചുറ്റുവട്ടത്തൊക്കെ കണ്ടിട്ടുള്ള ഒരാളാണത്. അങ്ങനെ ഭയങ്കരമായിട്ട് ഫീൽ ചെയ്യും. പുള്ളിയുടെ സിറ്റുവേഷന്റെ ഗ്രോത്ത് ഇല്ല. അപ്പൊ അത് പുള്ളിയുടെ സിറ്റുവേഷൻ സ്റ്റാർട്ടിംഗ് പോയിന്റ് ടു എൻഡിങ് പോയിന്റ് ആ ഒരു പുള്ളിക്ക് പടത്തിൽ ഉണ്ടാകുന്ന ഒരു സിറ്റുവേഷന്റെ ആ ഒരു ഗ്രോത്ത് നമുക്ക് അറിയാൻ പറ്റും. പിന്നെ അതുപോലെ തന്നെ ഇപ്പം വിജയരാഘവനാണല്ലോ അപർണ ബാലമുള്ള റോള്, അതാണ് എനിക്ക് കുറച്ചുകൂടെ പാടുള്ള ഒരു റോളാണ്. ഒരുപാട് ഇമോഷണൽ ഇൻവെസ്റ്റ്മെന്റ് ഇല്ല ആ ക്യാരക്ടറിന്. പക്ഷേ നമുക്ക് വേണ്ടി പ്ലേസ് ചെയ്തേക്കുന്ന ക്യാരക്ടറാണ് അപർണ ബാലമുള്ളി. അപർണ ബാലമുള്ളിയെ പോലെയാണ് നമ്മൾ. അതെ, അപ്പം എനിക്ക് ആ പടം കണ്ട് തീർന്നപ്പോൾ വന്നൊരു ചോദ്യം എന്ന് പറഞ്ഞാൽ, ഈ ഫാമിലിയുടെ സിറ്റുവേഷനിലേക്ക് വരാൻ പാടില്ലാത്തൊരു ക്യാരക്ടറാണ് അപർണ ബാലമുരളി. ആക്ച്വലി നമ്മൾ ക്ലൈമാക്സ് കഴിയുമ്പോൾ നമ്മൾ ചിന്തിക്കുന്നത് ഈ ക്യാരക്ടർ ഇവിടെ ഈ സിറ്റുവേഷനിൽ വരേണ്ടതല്ലല്ലോ എന്ന് ചിന്തിക്കും. പക്ഷെ അത് പക്ഷേ നമുക്ക് വേണ്ടി, അതൊരു റൈറ്റിംഗ് പെർസ്പെക്റ്റീവിൽ നമുക്ക് വേണ്ടി ഇട്ടേക്കുന്ന ക്യാരക്ടറാണ്. അത് ക്ലൈമാക്സ് പടമൊക്കെ കണ്ട് ചിന്തിക്കുമ്പോഴായിരിക്കും നമ്മൾ തോന്നുന്നത്. പക്ഷെ അത് മാറ്റി നിർത്തിയാൽ എനിക്ക് തോന്നുന്നു പടം ഓവറോൾ വലിയ നെഗറ്റീവ്സ് ഒന്നും പറയാനില്ലാത്ത ഭയങ്കര എൻഗേജിങ് ആയിട്ടുള്ള സിനിമയാണ്. അതെ, ഈ സിനിമയിൽ ശ്രദ്ധിച്ചാൽ മതി. എഡിറ്റിംഗ് ആണെങ്കിലും ഇപ്പൊ ഒരുപാട് സിനിമാറ്റിക് ലൈനിലേക്ക് അധികം ഭയങ്കര ആ സ്ഥലം എന്ന് പറയുന്ന സ്ഥലത്ത് നമ്മൾ കുറച്ചു പേരെ പോയി നിന്നിട്ട് ഇവരെ ഭയങ്കര സാവധാനം ഇരുന്ന്. അതെ, പക്ഷെ അതിന്റെ അർത്ഥം ഈ സിനിമയ്ക്ക് സിനിമ സ്ലോ പേസ് ആണെന്നൊന്നുമല്ല. ആ സിനിമ ഇൻവെസ്റ്റ് ആവും. അതെ, അതിനകത്ത് കയറി ഇരുന്ന് കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾ 2 മണിക്കൂർ സിനിമയുള്ളൂ. ഈ സിനിമ സ്ലോ പേസ് എന്നുള്ള ലൈനില്ല. ഈ സിനിമയിൽ നിങ്ങൾ ഇരുന്ന് കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾക്ക് ഈ ക്യൂരിയോസിറ്റി ബിൽഡായി ഇതിന്റെ എന്താണെന്ന് അറിയാൻ വേണ്ടിയുള്ള ആ ഒരു ക്യൂരിയോസിറ്റി അങ്ങ് ലാസ്റ്റ് വരെ നിങ്ങളെ ഇരുത്തും. നേരത്തെ പറഞ്ഞ ഉത്തരവുമായിട്ടുള്ള സാമ്യം, ഉത്തരവും തുടങ്ങുന്ന ഒരു തോക്കിൽ നിന്നാണ്, ഇതും സ്റ്റാർട്ട് ചെയ്യുന്ന ഒരു തോക്കിൽ നിന്നാണ്, എൻഡ് ചെയ്യുന്നതും ഒരു സിമിലർ വഴിയിലാണ്. വേറൊരാളാണ് അന്വേഷിക്കുന്നത്. ഇതുമായിട്ട് ബന്ധമില്ലാത്ത ഒരാളാണ് ഉത്തരത്തിലും ഇത് അന്വേഷിക്കുന്നത്, ഈ കേസ് അന്വേഷിക്കുന്നത്. എൻഡ് ചെയ്യുമ്പോഴും ഇതേപോലെ ഒരു സിമിലർ പാറ്റേൺ ആണ്. പക്ഷെ അത് ഞങ്ങൾ തിയേറ്ററിൽ നിന്ന് ഭയങ്കര എൻഗേജ് ആയിട്ട് ഓരോ തിയറീസ് അങ്ങോട്ടും ഇങ്ങോട്ടും. അതെ, ഞങ്ങൾ ആക്ച്വലി ആയി കഴിഞ്ഞപ്പോൾ ഞങ്ങൾ ഇരുന്നിട്ട് അത് ഇങ്ങനെ ആവാനാണ് ചാൻസ് എന്ന് പറയുമ്പോൾ ഇല്ല, അങ്ങനെ ആവാൻ ചാൻസ് ഇല്ല, അത് ഇങ്ങനെ ഉണ്ടോ. ചിലതൊക്കെ അങ്ങനെ നമ്മൾ പറഞ്ഞത് തന്നെ വന്നിട്ടുണ്ട്. അത് റിവീൽ ചെയ്തത് പ്രത്യേകിച്ച് ഈ സാധനം, ഈ ഇൻഫർമേഷൻ, ഒരു കഥ പറയുമ്പോഴത്തേക്കും നമ്മൾ ഇൻഫർമേഷൻ റിവീൽ ചെയ്യുന്നതിന് എക്സ്പോസിഷൻ എന്ന് പറയും. ആരെങ്കിലും വന്ന് ഇത് പറയണം, നമ്മുടെ അടുത്ത് ഓഡിയൻസിൻ്റെ അടുത്ത് പറയണം ഇത് ഇങ്ങനെയാണ്. പക്ഷെ അത് ഈ പടത്തിൽ എക്സ്പോസിഷൻ ഹാൻഡിൽ ചെയ്തേക്കുന്നത് ഭയങ്കര രസമായിട്ട് തോന്നി. ഈ പോയിന്റിൽ ഇത്ര ഇൻഫർമേഷൻ നമുക്ക് ഓഡിയൻസിന് കൊടുത്താൽ മതി, ഈ പോയിന്റിൽ ഇങ്ങനെ കൊടുത്താൽ മതി. അത് എങ്ങനെ കൊടുക്കണം എന്നുള്ളത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. അതിപ്പം ആര് വഴി, എങ്ങനെ, ഏത് രീതി. ഇപ്പം ഇടയ്ക്കിടയ്ക്ക് ആസിഫ് അലി ഒരു ചേട്ടനെ ലാപ്ടോപ്പിൽ കോൾ ചെയ്യും. ചേട്ടൻ എപ്പോഴും അച്ഛനെ പറ്റി ഇങ്ങനെ പറഞ്ഞു കൊടുക്കുന്നു. അതെ, അപ്പം അത് ആക്ച്വലി നമുക്ക് തരുന്ന ഒരു ഇതുപോലെ. അതെ, നമുക്ക് തരുന്നതാണ്. പക്ഷെ അത് തരുന്ന രീതി എന്ന് പറഞ്ഞാൽ ചേട്ടൻ അച്ഛനായിട്ട് ഉടക്കാണ്. അപ്പൊ അച്ഛനായിട്ട് എന്തുകൊണ്ട് ഉടക്കിയത് വളരെ കാഷ്വൽ ആയിട്ട്. അതായത് ഇളയ മകൻ അച്ഛനോട് ഭയങ്കര അറ്റാച്ച്മെന്റ്, മൂത്തയാള് ഉടക്കി മാറി താമസിക്കും. അപ്പൊ അത് ഭയങ്കര രസമായിട്ട് തോന്നി. ഓവറോൾ പിന്നെ ഫോർഷാഡോയിങ് ഇങ്ങനെ നമുക്ക് ഇനിഷ്യലി നമ്മളെ ഇങ്ങനെ ആക്ച്വലി നമ്മളെ ഒരു ലൈനിൽ ചിന്തിക്കണമല്ലോ. ഈ കഥ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ പ്രേക്ഷകൻ എന്ന രീതിയിൽ നമ്മൾ ഈ കഥ ഇതിങ്ങനെ ആയിരിക്കും പോകുന്നത് എന്നുള്ള ലൈനിൽ ചിന്തിക്കാനായിട്ട് നമുക്ക് അങ്ങനെ അത് മെയിൻ എലമെന്റിൽ നിന്ന് നമ്മളെ. അതെ, നമ്മളൊരു 3-4 ലീഡ് നമുക്ക് തരും. ഈ വഴിക്ക് നിങ്ങൾ ചിന്തിക്കൂ എന്ന് പറഞ്ഞിട്ട് അതിൽ 1-2 എണ്ണം സത്യസന്ധമായ ലീഡായിരിക്കും. ഒരു ലീഡ് ചുമ്മാ നമ്മളെ പറ്റിക്കാൻ. അത് മനഃപൂർവ്വം നമുക്കൊരു എൻഗേജ്മെന്റ് തരാൻ വേണ്ടത്. അപ്പം നമ്മളിങ്ങനെ ചിന്തിക്കണം ഇതിൽ ഏത് ലീഡാണ് ശരിയായ ലീഡ് എന്ന് നമ്മളിങ്ങനെ കോൺസ്റ്റന്റ്ലി ചിന്തിച്ചുകൊണ്ടിരിക്കും. അത് ഭയങ്കര രസമാണ്. അത് സിനിമ കാണുമ്പോൾ ഇപ്പം ഞങ്ങൾക്ക് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയത് നമ്മൾ തേടുക, നമ്മൾ തന്നെ അന്വേഷിക്കാൻ തുടങ്ങുക. ഇതിൽ എന്താണെന്ന് അറിയാൻ വേണ്ടിയുള്ള നമ്മുടെ മനസ്സിലുള്ള നമ്മൾ ഇത്ര നേരം കണ്ട പടം വെച്ചിട്ട് അതിനകത്ത് കിട്ടിയ ഇൻഫർമേഷൻ വെച്ചിട്ട് നമ്മൾ ഈ കഥയിൽ എങ്ങോട്ടായിരിക്കും സഞ്ചരിക്കുക എന്നുള്ള ചിന്തയിൽ ഇങ്ങനെ പടത്തിൽ മുഴുകിയിരിക്കുക. അത് ഭയങ്കര രസമാണ് ശരിക്കും. ഇതെല്ലാം ഈ പറയുന്നത് പോലെ ഇന്റർനാഷണൽ 10 രാജ്യത്ത് പോയൊരു അന്വേഷണമൊന്നുമല്ല. ഒറ്റ വീട് 3 ക്യാരക്ടേഴ്സ്. അതെ, അവരിൽ നിന്നാണ് ഈ സംഭവം. അശോകന്റെ ആക്ടിങ് ആയാലും ജഗദീഷ്, ഇവരൊക്കെ അവർ കൊടുത്തിരിക്കുന്ന ചെറിയ റോളാണെങ്കിലും ഭയങ്കര നാച്ചുറലാണ്. അശോകന്റെ ക്യാരക്ടർ എനിക്ക് മാമനൊക്കെ ഓർമ്മ വന്നു. ജഗദീഷിനൊക്കെ ഇട്ടേക്കുന്ന സാധനം അതുകൊണ്ടൊന്ന് പ്ലേസ് ചെയ്യുന്നത് കാരണം ഇതിങ്ങനെ പൊക്കൊണ്ടേ ഇരിക്കുകയാണ് സംഭവം. കഴിഞ്ഞും അത് പറയാൻ പറ്റത്തില്ല കാരണം അത് പടം നിങ്ങൾ സിനിമ നിങ്ങൾ കാരണം അത് ഭയങ്കര സ്പോയിലറായി. ഒരുപാട് പറഞ്ഞു കഴിഞ്ഞാൽ പറഞ്ഞാൽ അത് നിങ്ങളുടെ എക്സ്പീരിയൻസ് കുറയ്ക്കുമെന്ന് അറിയില്ല. അതുകൊണ്ട് നമ്മൾ ഒരുപാട് പറയുന്നില്ല. പിന്നെ പറയാനുള്ള നിഷാൻ കുറെ നാൾക്ക് ശേഷം ഈ സിനിമയിൽ വന്ന് അഭിനയിച്ചു. പക്ഷേ ട്രെയിലർ കണ്ടപ്പോൾ നമ്മൾ പുള്ളിയുടെ ഒറിജിനൽ ഓടിയായിരുന്നു. ട്രെയിലർ റിയാക്ഷൻ നിങ്ങൾ പറഞ്ഞിരുന്നു പുള്ളിയുടെ ഒറിജിനൽ ഓടിയായിരുന്നു, മലയാളമായിരുന്നു. പക്ഷേ ഇപ്പം വേറെ ഡബ് ചെയ്തിരിക്കുന്നു തോന്നുന്നു.
അതെനിക്ക് തോന്നുന്നു അത് മറ്റേ ഒറിജിനൽ തന്നെ ആയിരുന്നു നല്ലതെന്ന് തോന്നുന്നു. അറിയില്ല, ചിലപ്പോൾ കുറച്ചുകൂടെ ബെറ്റർ ആയിട്ടും മലയാളം ഹാൻഡിൽ ചെയ്യാന്നുള്ള ലൈനിലായിരിക്കും ചിലപ്പോൾ അങ്ങനെ ചെയ്തത്. അതിന്റെ ആവശ്യമില്ല, ഈ ഒരു ക്യാരക്ടർ വെളിയിൽ നിന്ന് ഒരാളാന്ന് പറഞ്ഞാലും പ്രശ്നമില്ല. പക്ഷെ നമ്മൾ പ്രതീക്ഷിച്ചത്ര സ്ക്രീൻ സ്പേസ് പുള്ളിക്കില്ല. പുള്ളി അവസാനം വരുന്നൊരു ക്യാരക്ടറാണ്. കുറെ നാളുകൾക്ക് ശേഷം പുള്ളിയെ നമ്മൾ സ്ക്രീനിൽ കാണുന്നുണ്ട്. അത്രേ ഉള്ളൂ. മ്യൂസിക് ഭയങ്കര ഇമ്പാക്റ്റ്ഫുൾ ആയിരുന്നു. അത് നല്ല, അതിങ്ങനെ എന്താ പറയുക, ഇങ്ങനെ സിനിമയെ ശരിക്കും നല്ല രീതിയിൽ ഇങ്ങനെ അതിന്റെ പീക്കുണ്ട്. അതായത് ഈ ക്ലൈമാക്സിലേക്ക് അടുക്കുമ്പോൾ ഈ മ്യൂസിക്കിന്റെ പീക്കും നമുക്ക് ഭയങ്കരമായിട്ടൊരു ഇത് വരും. തിയേറ്ററിൽ എക്സ്പീരിയൻസ് എന്ന് പറയുന്ന സാധനം ഭയങ്കരമായിട്ട് വരും. കുറച്ച് കഴിയുമ്പോഴും നമ്മൾ ഇത് മറന്നുപോകും. അതായത് നമ്മൾ ഈ മ്യൂസിക് ആ എലമെന്റുകളെല്ലാം നമ്മൾ മറന്നുപോയിട്ട് നമ്മൾ ഇതിനകത്ത് കംപ്ലീറ്റ്ലി ഇന്നായിട്ട് കുറെ നേരം ഇരിക്കും. അത് ഭയങ്കര ആരുടെ മുഖത്തു നിന്നാണ് ഒരു ഇൻഫർമേഷൻ കിട്ടുക എന്നിങ്ങനെ അതാണ് നമ്മൾ ഇതിനായിട്ട് നോക്കുക. മൈക്രോ എക്സ്പ്രഷൻ ഒക്കെ വെച്ച് വിജയരാഘവൻ പ്രത്യേകിച്ച് നേരത്തെ പറഞ്ഞാണ്. എനിവേ ഇത്ര എനിക്ക് തോന്നുന്നു കക്ഷി അമ്മിണിപ്പിള്ളയ്ക്ക് ശേഷം ഈ ദിൻജിത്ത് അയ്യത്താൻ ഇത്രയും ഗ്യാപ്പ് അറൗണ്ട് എത്ര വർഷം എടുത്തിട്ടുണ്ട്? ഒരു 4-5 വർഷം മേളായിട്ടില്ലേ? പക്ഷെ അതിന്റെ രണ്ടിനെ ജോണർ വെച്ചിട്ട് നോക്കുമ്പോഴും രണ്ടും നല്ല അല്ല, ഇത്രയും നാളെടുത്ത് ഇങ്ങനൊരു സിനിമ ചെയ്യാനുള്ള ഒരു ശ്രമം നടന്നത് തന്നെ അതും പുള്ളിക്ക് ഭയങ്കര വലിയ മാറ്റം. അതായത് പേര് വയസ്സും കിഷ്കിന്ധാകാന്ഡം അത് ആ എലമെന്റും കുറച്ച് നല്ല രീതി ത്രൂ ഔട്ട് പടത്തിൽ ഇൻവോൾവ് ചെയ്തിട്ടുണ്ട്. കിഷ്കിന്ധാകാന്ഡം അറിയാവുന്നവർക്ക് അതിന്റെ ബേസിക് പ്ലോട്ട് ലൈൻസ് അറിയാവുന്നവർ അത്രയും അറിഞ്ഞാൽ മതി. കൂടുതൽ അതിനെക്കുറിച്ച് നമ്മൾ ഇൻവോൾവ് ചെയ്യുന്നില്ല. ഇനിഷ്യലി വേറെ എന്തോ ഒരു പേരായിരുന്നു ഇവരുടെ ഇതിന് ഇവർ പറയുന്നുണ്ടായിരുന്നു. പിന്നീടാണ് കിഷ്കിന്ധാകാന്ഡം മങ്കി എലമെന്റ് കാരണമായിരിക്കും മേ ബി അങ്ങനെ കൊരങ്ങനൊരു പ്രധാനപ്പെട്ടെന്ന് പറയാൻ പറ്റില്ല, പക്ഷെ കൊരങ്ങനൊരു പ്രധാന റോൾ ഉണ്ട് ത്രൂ ഔട്ട് പടത്തിൽ നമ്മളെ മിസ്ലീഡ് ചെയ്യാനും കുരങ്ങന്മാരെ സഹായിക്കുന്നുണ്ട്. ഞാൻ പറയുന്നത് കൊരങ്ങന്മാരെന്ന് ഞാൻ പറയാം. പടത്തിൽ നമ്മളെ ഏറ്റവും കൂടുതൽ മിസ്ലീഡ് ചെയ്യുന്നത് ഈ കുരങ്ങന്മാരുടെ സംഭവമാണ് കുറച്ച്. പക്ഷെ അത് പടം നല്ല രീതിയിൽ കൊണ്ട് പ്ലേസ് ചെയ്തിട്ടുണ്ട്. കിഷ്കിന്ധാകാന്ഡം OTT വന്നിട്ട് കാണാനിരിക്കരുത്. തിയേറ്ററിൽ നല്ല എക്സ്പീരിയൻസ് തരുന്ന പടം, നല്ല എക്സ്പീരിയൻസ് ആണ് എല്ലാ രീതിയിലും. തിയേറ്ററിൽ കാണുമ്പോൾ എല്ലാവരുമായിട്ട് കാണുമ്പോൾ ഒരു ഇത് തിയേറ്റർ ഇത് OTT വന്ന് കണ്ടിട്ട് ഇത് നല്ല പടം തിയേറ്ററിൽ മിസ്സായി പോയിട്ട് കാര്യം എന്ന് ഉറപ്പായിട്ട് OTT കാണുന്നവർ പറയും, 100% പറയും. പിന്നെ ഈ സിനിമയ്ക്ക് ഒരു ഭയങ്കര വലിയ എന്താ വ്യൂവർഷിപ്പും ഭയങ്കര വലിയൊരു ടോക്കും ഈ സിനിമ പറ്റി സംസാരിക്കാൻ പോകുന്നത് ആഫ്റ്റർ OTT ആയിരിക്കും. കാര്യം മറ്റുള്ള നാട്ടിലുള്ള ആൾക്കാരെല്ലാവരും കാണാൻ ചാൻസ് കൂടുതൽ. അതെ, പക്ഷെ നമ്മൾ കയറിയ ഷോ ഓൾമോസ്റ്റ് ഹൗസ്ഫുൾ ആയിരുന്നു. അത് വലിയ പ്രതീക്ഷയാണ്. ഓണത്തിന് മുമ്പ് 3 സിനിമകൾ ഇറങ്ങുന്നത് 3 ജോണറാണ്. അപ്പോൾ എല്ലാം നല്ല സിനിമകളാണ്. കൂട്ടത്തിൽ കുറച്ച് എനിക്ക് കൂടുതൽ ഇഷ്ടപ്പെട്ടത് കിഷ്കിന്ധാകാന്ഡം. എനിക്ക് അത് നമ്മൾ അൺഎക്സ്പെക്റ്റഡ് ആയിരുന്നു. നമ്മൾ വിചാരിച്ച ഒരു ടൈപ്പ് ഓഫ് ഫിലിം ഡീസന്റ് പടം പ്രതീക്ഷിച്ചാണ് കയറിയത്. ട്രെയിലറിൽ ആക്ച്വലി ഒരു സസ്പെൻസ് സംഭവം ഉണ്ടെന്ന് അറിയാം. നമ്മൾ ഒരു ഫാമിലി ബേസ്ഡ് ആണെന്ന് അറിയാം. അപ്പം നമ്മൾ പ്രതീക്ഷിച്ചതിലും മേലെയാണ്. അത് ഭയങ്കര, അത് എനിക്ക് തിയേറ്ററിൽ നമുക്ക് കിട്ടുന്ന ഒരു ഫീൽ ഉണ്ടല്ലോ, അത് നിങ്ങൾ വീട്ടിൽ നിന്ന് കണ്ടാൽ കിട്ടില്ല. ഈ സിനിമകൾക്കും തിയേറ്ററിൽ നിന്നൊരു ഹൈ കിട്ടുമെന്ന് റൈറ്റിംഗ് വൈസ്, നമ്മൾ വേറെ ഗിമ്മിക്സ് ഒന്നും അല്ലാതെ റൈറ്റിംഗ് വൈസ് ഒരു ഹൈ ഉണ്ടാക്കാമെന്ന് നമുക്ക് പറഞ്ഞു തരുന്നൊരു സിനിമയാണ്. അപ്പോൾ എന്തായാലും പോയി കണ്ടു നോക്കാം.